നിനക്കുണ്ടല്ലോ, നിനക്ക് വട്ടാണ്. ഞാനില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നീ ജയിലിൽ കിടന്നേനെ. നിന്റെ ജീവൻ രക്ഷിക്കാണ് ഞാൻ ചെയ്തത്. നിന്നോട് എല്ലാവർക്കും വെറുപ്പാണ്. അത് ഇസ്രായേലിനോടും ആ വെറുപ്പായി മാറി എന്നുള്ളതാണ്. ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ട്രംപണ്ണൻ പറഞ്ഞ കാര്യമാണ്. അതേപോലെ തന്നെ നീ എന്ത് തേങ്ങയാടാ ഈ ചെയ്യുന്നേ, വാട്ട് കോക്കനട്ട് യു ആർ ഡൂയിങ് എന്നുള്ള കൈൻഡ് ഓഫ് സാധനങ്ങളും പുള്ളി ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് അമേരിക്കൻ ന്യൂസ് ഏജൻസി ആയിട്ടുള്ള മറ്റേ ആക്സിയോൺ പബ്ലിഷ് ചെയ്തിട്ടുള്ള ന്യൂസിലാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ഈ ഫോൺ സംഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അത്യാവശ്യം തെറിയൊക്കെ ഉണ്ടായിരുന്നു. നീ എന്ത് തേങ്ങയാടാ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അലറലൊക്കെ ആയിരുന്നു എന്നാണ് ആ ഒരു റിപ്പോർട്ടിനകത്തുള്ളത്. അതായത് ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ഇസ്രായേല് ബൈറൂത്തിലേക്കുള്ള ആക്രമണം കടുപ്പിച്ച സമയത്ത്, അതായത് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും, ബൈറൂത്തിലേക്ക് ഞങ്ങൾ ആക്രമണം പോകണം എന്ന് പറഞ്ഞ സമയത്ത് ബൈറൂത്ത് നിന്ന് കുറെ ആൾക്കാര് ഈ പലായനം ചെയ്യുക, അങ്ങനെ കുറെ പരിപാടികൾ പോകുന്ന സമയത്താണ് അങ്ങനെ ഒരു പരിപാടി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കരാറിന്റെ ചർച്ചകളിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോകും, ബാക്കിയുള്ള പരിപാടി ഞങ്ങൾ എന്താ വെച്ചാൽ കാണിച്ചു തരാന്നുള്ളൊരു ഡയലോഗ് ആയിട്ട് ഇറാൻ വരുന്നത്. അതോടുകൂടെ എന്ത് ചെയ്തു, ട്രംപിന്റെ മുട്ട് വറച്ചിട്ട് നെതന്യാഹുവിനെ വിളിച്ചിട്ട് ആ പരിപാടി നിങ്ങൾ ചെയ്യാൻ പോകരുത്, ഞാനാണ് നിങ്ങളെ രക്ഷിച്ചത്, എന്നിട്ട് പുറകിൽ നിന്ന് കുത്തുന്ന ഒരുമാതിരി മറ്റോടത്തെ പരിപാടി ഉണ്ടല്ലോ അത് ചെയ്യരുത് എന്ന ഒരു കാര്യം ഈ ട്രംപ് നെതന്യാഹുവിനെ വിളിച്ച് പറഞ്ഞിട്ടുള്ള ഫോൺ സംഭാഷണത്തിന്റെ ഡീറ്റെയിൽസ് ആണ് ഇത് എന്നുള്ളതാണ്. നമുക്കറിയാം ഇറാൻ ലെബനോനെ വിട്ടുകൊടുത്തിട്ട് ലെബനോനെ ഈ പറയുന്ന നരകത്തിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ഇറാനിന് സ്വന്തമായിട്ടൊരു സമാധാനം വേണം എന്നുള്ള നിലപാട് ഇറാൻ ഇല്ല. അങ്ങനെ നിലപാടിലോട്ട് ഇറാൻ പോകുന്നുമില്ല. ഇറാൻ സ്വതന്ത്രമാവുന്നുണ്ട്, ഈ പ്രശ്നങ്ങൾക്കൊക്കെ തീരുമാനമാവുന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തില് ലെബനോനും കൂടെ എന്ത് വേണം, സമാധാനം വേണം. ലെബനോനിൽ നിന്നും ഇസ്രായേൽ സൈന്യം പുറത്തോട്ട് പോകണം, ലെബനോനിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വരണം, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ട്രംപ് നെതന്യാഹുവിനെ വിളിച്ച് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്, ബി എന്നൊക്കെ പറഞ്ഞതിന്റെ മുത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ട്രംപ് ഇട്ടപ്പോഴും അത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഇട്ടുന്നുണ്ടെങ്കിലും ബിബിനെ PPA എന്നുള്ള ലെവലിലുള്ള വിളിയൊക്കെ ട്രംപ് വിളിച്ചിട്ടുണ്ടോ എന്നുള്ള സാധനം വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇപ്പൊ ഇസ്രായേൽ സൈന്യത്തിനോട് അവിടുന്ന് പിൻവാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന ബെയ്റൂത്തിലുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഞങ്ങൾ ആക്രമണം നടത്തും എന്നൊക്കെ പറയുന്നുണ്ട്. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇവർ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു 10% ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 90% അവിടുത്തെ ഏതെങ്കിലും സ്കൂളോ ഹോസ്പിറ്റലിനൊക്കെ ആയിരിക്കും മിക്കവാറും അറ്റാക്ക് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഗസയിൽ സംഭവിച്ചതും അത് തന്നെയാണ്. ഹോസ്പിറ്റലിന്റെ അണ്ടറിലൊക്കെയാണ് ഈ പറയുന്ന ഹമാസിന്റെ ടണലുകൾ ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് അവിടെയൊക്കെ പോയി ഇവർ ആക്രമിച്ചേ. എന്നിട്ട് ഒരു തേങ്ങയും കിട്ടിയോ? ഇല്ല. ബന്ദികളെ മോചിപ്പിക്കാൻ പറ്റിയോ? ഇല്ല. ഇതാണ് അവസ്ഥ. ഇനി ഇതിലുണ്ടായിരിക്കുന്ന അടുത്ത ഡെവലപ്മെന്റ് ആണ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിട്ടുള്ള ഒരു സ്പീച്ചിൽ പറയുന്നതാണ് ഇറാന്റെ ശക്തിയെല്ലാം ക്ഷയിച്ചു പോയി, ഇറാൻ ഇനി എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല, ഇറാനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ലെവലിലുള്ള സംസാരം. അതായത് ഏത് ഇറാനെ കൊണ്ട് അറിയോ, ഇറാൻ ചർച്ചയിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞ ഉടനെ തന്നെ മുട്ടുവിറക്കുകയും ബിബിനെ വിളിച്ച് കാര്യങ്ങൾ സെറ്റാക്കുകയും ചെയ്തിട്ടുള്ള ആ ഇറാന്, ട്രംപിനെ കൊണ്ട് അങ്ങനെ ഒരു പരിപാടി ചെയ്യിപ്പിച്ചിട്ടുള്ള ആ ഇറാനാണ് ശക്തി ക്ഷയിച്ചു എന്ന് പറയുന്നത്. യഥാർത്ഥത്തില് ഇവന്മാരിവിടെ ആക്രമണം നടത്തിയതോടുകൂടെ സംഭവിച്ചത് ഇറാൻ ആ റീജിയനിലെ പവർഫുൾ ശക്തിയായിട്ട് മാറി എന്നുള്ളതാണ്. മാത്രമല്ല ഇറാന്റെ മിലിറ്ററി കാപ്പബിലിറ്റി വർദ്ധിച്ചു. ഇറാൻ പുതിയ ബോട്ടുകൾ ഇറക്കാൻ തുടങ്ങി. ഇവരുടെ സോം ഓപ്പറേഷൻസിന്റെ ശക്തി ഇവർ കൂട്ടി. അത് മാത്രമല്ല TRT ഇന്നൊരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ കൂടെ ഞാൻ ഇതിന്റെ സൈഡിൽ ചേർക്കാവേ. അതായത് ഈ പറയുന്ന ഇറാഖിന്റെ അതിർത്തിയോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് ഹോർമൂസില് ഒരു ടാങ്കറിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതും ആ ടാങ്കറിന്റെ അടിഭാഗത്ത് വലിയൊരു ഓള് വീണിട്ടുണ്ട്. പക്ഷെ അത് സിങ്ക് ആയിട്ടില്ല വെള്ളത്തിൽ എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ലെവലിലോട്ട് ഇറാന്റെ ശക്തി മാറുകയും കൂടെ ചെയ്തു എന്നുള്ളതാണ്. ആ ചെയ്ത പ്രവർത്തിനെ ന്യായീകരിക്കുകയല്ല, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടെ ആ റീജിയനിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് ഇവർ മാറി. അത് മാത്രമല്ല ഹോർമൂസിന്റെ ടോട്ടൽ കൺട്രോൾ ഇവരുടെ കയ്യിലേക്ക് എടുത്തു വന്നു. ഇനി അടുത്ത ടോക്ക് വരുന്നത് ബാബൽ മന്ദിലേക്ക് വരെ ഇവരുടെ ആക്രമണം വ്യാപിക്കും എന്നുള്ളതാണ്. അതായത് ഡിഗോ ഗാർഷ്യ ദ്വീപുകളിലേക്ക് നേരെ ഇറാൻ ആക്രമണം നടത്താൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഇറാൻ ഈ പറയുന്ന ബാബുൽ മന്ദിലേക്ക് ആക്രമണം നടത്തിക്കൂടാ?
അപ്പൊ ആ റേഞ്ചിലേക്ക് ഇറാൻ കാപ്പബിലിറ്റിന്റെ ശക്തിയുണ്ട്. ആ ഇറാനെ കുറിച്ചാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇറാന്റെ ശക്തി ക്ഷയിച്ചു എന്നുള്ളത്. ഇനി ഇതൊക്കെ പോട്ടെ, ഇതൊന്നുമല്ലാതെ ഈ പറയുന്ന ഇസ്രായേലിന്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അവിടത്തെ ഏറ്റവും വലിയ റൈറ്റ് വിങ് എക്സ്ട്രീം ഗ്രൂപ്പുകളുടെ നേതാവായിട്ടുള്ള ഇതാമിർ ബെൻഗവീർ വന്ന് പറഞ്ഞത്, അമേരിക്ക ഇவ்விധം നമ്മളോട് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയെ വിട്ടുകളയേണ്ടി വരും, അമേരിക്കയെ നമ്മൾ പിന്താങ്ങേണ്ട ആവശ്യമില്ല, നമുക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാം, ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ അറ്റാക്ക് നടത്തുകയും ചെയ്യുന്ന ലെവലിലോട്ട് ഇസ്രായേൽ പോണം എന്നുള്ള ലെവലിലുള്ള കാര്യങ്ങളാണ് ആ ചെങ്ങായി പറഞ്ഞു വെച്ചേക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ട്രംപ് ഒരു ഭാഗത്തു കൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി ആവശ്യമില്ലാതെ കാല് കൊണ്ടിട്ട് കാലും കുടുങ്ങി തലയും കുടുങ്ങി എല്ലാം കുടുങ്ങി എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒരു കരാറിലോട്ട് വരുന്ന സമയത്താണ് ഇവന്മാര് തൊല്ല ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ബിബിനെ വിളിച്ച് നാല് തെറിയും പറഞ്ഞ് ബിബി ഫോൺ കട്ട് ചെയ്തിട്ട് ഈ പറയുന്ന IDF-നെ പിൻവലിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഇത്താമിർ ബെൻ ഗവീർ വന്ന് പറയുന്നത് അമേരിക്കയെ നമ്മൾ ഇനി നോക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അമേരിക്കക്ക് അത് വേണം. കാരണം ആ ഒരു ടീമിനെ ആ റീജിയനിൽ വളർത്തിയെടുത്തതും ആ റീജിയനിൽ ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുത്തത് അമേരിക്കയാണെന്ന് നമുക്കറിയാം. ഇതിന്റെയൊക്കെ കാരണക്കാരായിട്ടുള്ള വേറെ ടീം ഉണ്ട് കേട്ടോ, മിണ്ടാണ്ട് നമ്മൾ ഒരു കാലത്ത് വിമർശിക്കാതിരിക്കുന്നത്. അത് ബ്രിട്ടൻ ആണ്. ബ്രിട്ടന്റെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള കൊടും ചതിയുടെ ഭാഗം കൂടിയാണ് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവിടെ ഉണ്ടാവാൻ തന്നെയുള്ള കാരണം എന്നുള്ളത് കൂടെ നമുക്കറിയാം. അപ്പോ എങ്ങനെയെങ്കിലൊക്കെ ഒരു കാര്യം ഒന്ന് അടുപ്പിച്ചുകൊണ്ട് വരുമ്പോഴാണ് ഇവന്മാര് പുറകിൽ കൂടെ പോയി അറ്റാക്ക് ചെയ്യുന്നതും, ഇതിന് ഒരുമാതിരി മറ്റടുത്ത പരിപാടി നിങ്ങൾ കാണിക്കരുത്, ഇതിന് തുരങ്കം വെക്കരുത് എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരം വരെ ട്രംപ് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ട്രംപിന് ഇപ്പൊ പറ്റിയേക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഏതെങ്കിലും ഒരു വിധത്തില് ഒരു സമാധാനത്തിലോട്ടും ഒരു കരാറിലോട്ടും എത്താൻ പറ്റാത്ത അവസ്ഥ. ഈ പറയുന്ന യുദ്ധം നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യേണ്ടി വരും? അതായത് ഇസ്രായേല് വേറെ രാജ്യങ്ങളുമായിട്ട് കോമ്പാക്റ്റിൽ നിലനിൽക്കുന്നിടത്തോളം കാലം മാത്രമേ ഈ പറയുന്ന നെതന്യാഹുവിന് നിലനിൽപ്പുള്ളൂ, ഇല്ല എന്നുണ്ടെങ്കിൽ നിലനിൽപ്പില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കളികളാണ് ഈ നടത്തുന്നത് എന്നുള്ളതാണ്. പക്ഷെ ട്രംപിന്റെ തല ഒരു സ്ഥലത്ത് പോയി കുടുങ്ങിയിട്ടുണ്ട്, അത് അവിടുന്ന് ഊരണം. പക്ഷെ അത് ഊരണം എന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് നെതന്യാഹു ടീമും കൂടെ കളി നിർത്തണം എന്നുള്ളതാണ് ഇപ്പത്തെ യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത്.